നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല നാടൻ നെയ്യപ്പം. അധികം ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു 4 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 350 ഗ്രാമോളം ഉണ്ടാവും. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കുക. ആ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ശർക്കര എടുത്താൽ നമ്മുടെ നെയ്യപ്പത്തിന് കളർ ഉണ്ടാവില്ല. നെയ്യപ്പത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ല ബ്രൗൺ കളറാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര തന്നെ എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ശർക്കര ഉരുക്കി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം, ശർക്കരയിലുള്ള അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കരപ്പാനി തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യപ്പത്തിലേക്കുള്ള അരിപ്പൊടിയൊക്കെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടതാണിത്. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പച്ചരി പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് നമുക്ക് ഈ പച്ചരി ചേർത്ത് കൊടുക്കാം. ഇത് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയ തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പ് വേണം. ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം ഏലക്കായ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ നെയ്യപ്പത്തിൽ കറുത്ത എള്ള് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എള്ള് ചേർക്കണമെന്നില്ല, അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും ഓപ്ഷനിലാണ്. നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് നെയ്യപ്പത്തിന് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി കംപ്ലീറ്റ് ഇപ്പം ചേർക്കേണ്ട, കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. അപ്പോൾ ആ ഒരു പരുവം ആവുന്നത് വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് ഇത് മാവ് പരുവത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കൈവച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ അങ്ങനെ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്ററിന് വേണ്ടത്. കൂടുതൽ അങ്ങ് വെള്ളമായിപ്പോയാൽ നെയ്യപ്പം ഒട്ടും ശരിയായി വരില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി. ഇത് നമ്മൾ 6 മണിക്കൂർ പൊങ്ങാനും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തിക്കായി കിട്ടും. ഇത് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നെയ്യപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് മാവിൻ്റെത്. ഇനി നമുക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാം.
നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഇതുപോലുള്ള കുഴിയുള്ള പാത്രമാണെങ്കിൽ നെയ്യപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. ഫ്രൈ പാനൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. ഒരു അരത്തവി മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങ് പൊങ്ങി വന്നോളും. പൊങ്ങി വന്ന ഉടനെ തന്നെ നിങ്ങൾ മറിച്ചിടാനൊന്നും പാടില്ല. താഴ്ഭാഗം ഒന്ന് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടസർക്കൊക്കെ പോലെ ചുരുണ്ട് പോകും. ഇതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ശർക്കര അത്യാവശ്യം കളറുള്ളതുകൊണ്ടാണ് ഈ നെയ്യപ്പത്തിന് ഇത്ര കളർ കിട്ടുന്നത്. ഇതിൻ്റെ രണ്ട് ഭാഗം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവും. നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. എടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒഴിക്കുമ്പോൾ നല്ല ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഈ ഒരു നെയ്യപ്പത്തിന് നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നെയ്യപ്പം പിന്നെ നമ്മൾ ചോറ് അരച്ചിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയും കൂടിയാണ് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്